അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പില്ല എന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാവ് അളന്നിട്ടെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയെടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ മാവും ഉപ്പും എണ്ണയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചോ തടിത്തവി വെച്ചോ ഒന്ന് കലക്കിയെടുക്കാം. മാവങ്ങ് ഒരുപാടങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒരുപാടങ്ങ് കട്ടിയാവാനും പാടില്ല. ആ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇപ്പം കട്ടകളൊന്നുമില്ലാതെ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിക്കരുത്. ഇനി നമ്മൾ കലക്കിയെടുത്ത മാവ് ഒരു കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാൻ പാടില്ല. മാവ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. കൈ വെച്ച് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മാവെല്ലാം ഇതാ നല്ലോണം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുക്കറിൽ നിന്ന് വിട്ട് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് പോലെ എന്താ റെഡിയായി കിട്ടിയിട്ടുണ്ട്. മാവിലുള്ള വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഉരുണ്ട് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് നല്ല ചൂടാണ്. ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമ്മൾ കിണ്ടിയെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഈ മാവിൻ്റെ ചൂടൊക്കെ മാറി കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകമെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പെരുംജീരകം മൂത്തതിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയം 5-6 വെളുത്തുള്ളി അലുകൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതിയാവും. എരിവ് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ്. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരുപാട് വഴന്ന് ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ക്യാരറ്റൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ക്യാപ്സിക്കത്തിന് ഒരുപാട് വേഗമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കാം.
ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി കുറവുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള മല്ലിയില ചേർക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ മാവ് മൂടിച്ചിട്ട് കുറച്ച് സമയമായി. നമ്മൾ ഫില്ലിങ് റെഡിയാക്കി എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ മാവിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലേ, മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് ഒരേ വലുപ്പത്തിലുള്ള 4 ഉരുളകളാക്കി ഈ മാവ് ഉരുട്ടിയെടുക്കാം. അഥവാ നിങ്ങൾക്ക് ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം മാവ്. ബാക്കിയെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള 4 ഉരുളകളായിട്ട് മാവ് ഇതാ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് എടുക്കാം. ഇതുപോലെ ഉരുട്ടിയ മാവ് എടുത്തിട്ട് കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പൊടിമാവിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. മൈദയിൽ തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് മൈദയിൽ മാവൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവിൽ കോട്ട് ചെയ്തെടുത്ത മാവ് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാ ഇതൊന്ന് കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഈ മാവ് 8ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഒരേ വലുപ്പത്തിൽ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇനി വീണ്ടും ഇത് 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. എല്ലാം ഒരേ വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഓരോ മാവിൻ്റെയും ഒരറ്റത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എല്ലാത്തിൻ്റെയും ഒരറ്റത്ത് ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തു. കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ കട്ടിക്ക് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഓരോന്ന് മടക്കി എടുക്കുന്നതിൻ്റെ എല്ലാ വശവും കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനിതാ ഇതുപോലെ 2 അറ്റവും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിക്കുക. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഈ 2 അറ്റവും നമുക്കൊന്ന് പ്രസ് ചെയ്യാം. കണ്ടല്ലേ, 2 അറ്റവും ഇതാ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എല്ലാ വശവും നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ 2 ഷീറ്റ് മാവ് പരത്തി ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അടുത്തത് നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തെടുത്ത മാവ് ഒന്ന് പരത്തിയെടുക്കാം. ബാക്കി 2 ഉരുള മാവ് ബാക്കി വെച്ചിട്ടില്ലേ, അതും ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ 2 രീതിയിലാണ് ഞാൻ സമോസ റെഡിയാക്കി കാണിക്കുന്നത്. ഒന്ന് നമ്മൾ കുറച്ച് ദിവസം ഈ ഷീറ്റൊക്കെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലും അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലും 2ആയിട്ടാണ് ഞാൻ ഈ സമോസ ഷീറ്റ് റെഡിയാക്കി കാണിക്കുന്നത്. അതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ കാണാൻ കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 വശവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട പരത്തി എടുക്കുന്നതിന്. കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ വീണ്ടും നമുക്ക് ഉരുട്ടി വീണ്ടും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പരത്തിയെടുത്ത ഷീറ്റ് ഒന്ന് ചുട്ടെടുക്കാം.
ചൂടായി കിടക്കുന്ന ഒരു തവയിൽ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. ഒരു വശം ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ അങ്ങ് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2 വശവും ഇതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റേത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ചുട്ടെടുത്ത ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ ബാക്കിയിരിക്കുന്നത് നമുക്ക് റെഡിയാക്കി എടുക്കാം. 3ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സമോസ ഷീറ്റ് പുറത്തുനിന്ന് വാങ്ങുന്നത് പോലെ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ കുറേ ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഈർപ്പമൊന്നുമില്ലാത്ത പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കും. ആവശ്യത്തിന് മാത്രം ഫില്ലിങ് തയ്യാറാക്കി എടുത്തിട്ട് അതുപോലെ സമോസ റെഡിയാക്കി എടുക്കാൻ പറ്റും വളരെ വേഗത്തിൽ. അടുത്ത ഷീറ്റും റെഡിയാക്കി എടുത്തു. ഇതുപോലെ അടുത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടല്ലേ, എല്ലാ ഷീറ്റും ഇവിടെ റെഡിയായി. കട്ട് ചെയ്തെടുത്ത സമോസ ഷീറ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇവിടെ നമുക്ക് കുറച്ച് മൈദ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വീണ്ടും ഈ ഒരറ്റം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് ഫില്ലിങ് നിറച്ച് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കരുത്. ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ നിറച്ച് കൊടുക്കുക. ഫില്ലിങ് വെച്ചെടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ 2 അറ്റത്തും ഒന്ന് മൈദ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ അറ്റം വെച്ചിട്ട് മടക്കി കൊടുക്കുക. ഈ ബാക്കി വരുന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശവും ഒരു ഗോൾഡൻ നിറം ആവട്ടെ. അപ്പം നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മൾ രണ്ടാമത് റെഡിയാക്കി എടുത്ത സമോസയാണ്. ഇത് നമുക്ക് ഒരു വശം ഒരു ഗോൾഡൻ നിറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പം നല്ലൊരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സമോസ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. മാവ് കുഴച്ച് ബുദ്ധിമുട്ടാതെ ഇതുപോലെ മാവ് കിണ്ടിയെടുത്ത് വേവിച്ച് ഇതുപോലെയൊക്കെ സമോസ റെഡിയാക്കി നോക്കുക. മാവ് വേവിച്ചിട്ടെടുത്ത് ഇതുപോലെ സമോസ റെഡിയാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം സമോസ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്